ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായില്ല. ഈ മാസം 15-ന് സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും യോഗം ചേരും. The working committee and then Congress president will be going to Tamil Nadu and Kerala, and after Congress president's visit to Kerala on the 15th morning we will have our meeting and finalize our recommendations. See, when we have not yet finalized our recommendations, for me to say who will be there and who will not be there, I don't think that it will be appropriate. When we finalize, that is the time the picture will become clear. We will finalize our recommendations, then the Central Election Committee will have to go into that. It will be the Central Election Committee which will be finalizing that. But we will submit our recommendations on the 15th. Finalization പറഞ്ഞിട്ടില്ല. 15th ശേഷമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ല 15th പറ്റുള്ളൂ. കേട്ടോ? ഓക്കേ, താങ്ക്യൂ. ഓക്കേ. ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ഉണ്ണി, ഇന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായില്ല. എന്താണ് മുകുൾ വാസ്നിക് പറയുന്നത്? കാരണം വിവരങ്ങൾ. തന്നെ അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമമായ ഒരു തീരുമാനം നൽകാൻ ഇന്നത്തെ യോഗത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ചേർന്നിരിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പ്രാഥമികമായ ചർച്ചകളാണ് പൂർത്തിയായിരിക്കുന്നത്. വീണ്ടും 15-ാം തീയതി യോഗം ചേരാനാണ് സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അന്നേ ദിവസം ഈ പട്ടികയിൽ ഏതാണ്ട് ഏറെക്കുറെ ഒരു അന്തിമമായ രൂപത്തിലെത്തും. ആ പട്ടികയായിരിക്കും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി വയ്ക്കുക. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഈ ലിസ്റ്റുകൾക്ക് അന്തിമ അംഗീകാരം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് അംഗീകാരം നൽകി അത് പ്രഖ്യാപിക്കേണ്ട ചുമതലയുള്ളത്. നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ഇന്നത്തെ യോഗത്തിൽ പേരുകൾക്ക് അന്തിമ ധാരണ നൽകാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നത്തെ യോഗത്തിൽ പേരുകൾ അന്തിമമാക്കുകയും അത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്യുക എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു അനിശ്ചിതത്വം എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ലഭിക്കുന്ന വിവരം പ്രകാരം സിറ്റിംഗ് എംപിമാരിൽ ആരൊക്കെ തുടരണം, MLA-മാരിൽ ആരെയൊക്കെ മത്സരിപ്പിക്കണം, മുതിർന്ന നേതാക്കളുടെ മത്സരത്തോടുള്ള വിമുഖത, ഈ 3 വിഷയങ്ങളാണ് കോൺഗ്രസിന് പ്രതിസന്ധിയായി തന്നെ തുടരുന്നത്. KC വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സര രംഗത്ത് ഇല്ല എന്നൊരു സൂചനയാണ് നൽകിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇവരുടെ മണ്ഡലങ്ങൾ, ഇവർക്ക് വേണ്ടി പരിഗണിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യും, അവിടെ പകരം ആരെ മത്സരിപ്പിക്കും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ മത്സരിക്കുന്നില്ല എങ്കിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തണമോ അല്ല KK രമയെ പിന്തുണയ്ക്കണമോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. രമയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ ജയരാജനെതിരെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന ഒരു പ്രതീക്ഷ പങ്കുവെച്ചെങ്കിലും കോൺഗ്രസിന്റെ ഒരു സീറ്റ് കളഞ്ഞു കുടിക്കേണ്ടതുണ്ടോ എന്ന ചർച്ചയാണ് ഉയർന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് വടകര സീറ്റിൽ തീരുമാനമായിട്ടില്ല. ഉമ്മൻചാണ്ടി മത്സരിക്കുന്ന കാര്യത്തിൽ അധികം മത്സരിക്കാനില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുമോ മത്സരിക്കാൻ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ മത്സരിക്കുക, അങ്ങനെ ഇടുക്കിയിലേക്ക് നിലവിലെ സിറ്റിംഗ് എംപി ആന്റോ ആന്റണിയെ മാറ്റുക എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. ഒപ്പം തന്നെ സിറ്റിംഗ് എംപിമാരിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നത് KV തോമസിന്റെയും ആന്റോ ആന്റണിയുടെയും കാര്യത്തിൽ തന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാഹചര്യത്തിലാണ്. ആന്റോ ആന്റണിക്കൊപ്പം തന്നെ KV തോമസിന്റെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വത്തിനിടയാകുന്നത് അവിടെ നിന്നും ഭിന്നാഭിപ്രായങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. KV തോമസിനെ മാറ്റിക്കൊണ്ട് യുവ തലമുറയിൽ നിന്നുള്ള ആൾക്കാർക്ക് സ്ഥാനാർത്ഥിത്വം നൽകണമെന്നൊരു തീരുമാനമാകാത്തത്, ഇല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഈ ഒരു അനിശ്ചിതത്വമുണ്ടോ? ഏറെക്കുറെ ഒരു പ്രാഥമികമായ പട്ടികയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിൽ അന്തിമമായ തീരുമാനത്തിലേക്ക് കടക്കാനുള്ള അനുമതികളാണ് ഇനി ആവശ്യമായുള്ളത്. സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിലായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം വേണം. സിറ്റിംഗ് എംപിമാരിൽ ആരെങ്കിലും മാറ്റണമെങ്കിലും ആ ഒരു തീരുമാനം ആവശ്യമാണ്. അതേസമയം മുതിർന്ന അംഗങ്ങളുടെ കാര്യത്തിൽ, മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനം രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും കൈക്കൊള്ളുക. ഇപ്പോൾ ഒരു പ്രാഥമികമായ ചർച്ചയ്ക്ക് ശേഷം ഇനിയും കുറെ പേരുകൾ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോഴത്തെ ഈ യോഗത്തിൽ തീരുമാനമായില്ല എന്ന് നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് തിരിച്ചടിയാകുമോ എന്ന ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുകുൾ വാസ്നിക് പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ തന്നെ പ്രചാരണ രംഗത്ത് സജീവമാണ്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് സമയമുണ്ടല്ലോ എന്നൊരു മറുപടി ചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്നും വന്നത്. ശരി ഉണ്ണി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഡൽഹിയിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇന്നും തീരുമാനമായില്ല. 15-ന് സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും യോഗം ചേരും. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമേൽ മത്സരിക്കാനുള്ള സമ്മർദ്ദം തുടരുമ്പോഴും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കാൻ മാത്രമുള്ള അടിയന്തര സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കെ സുധാകരൻ പറഞ്ഞപ്പോൾ ഇവർ മത്സരിക്കുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു കൊടിക്കുന്നിലിന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കട്ടെ എന്ന് PJ കുര്യനും പറഞ്ഞു. മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ടെന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം.
എന്നതിനെ കുറിച്ച് ഇല്ലല്ലോ, ഇത് സ്ക്രീനിംഗ് കമ്മിറ്റി മീറ്റിംഗ് അല്ലേ ഉള്ളൂ. കെ സുധാകരൻ മത്സരിക്കുന്നില്ല എന്നത് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്ന് രാവിലെ മുതൽ വാർത്ത പോകുന്നുണ്ട്. ആ വാർത്ത ശരിയല്ല. ആ വാർത്ത നിങ്ങൾ തിരുത്തണം. മത്സരിക്കാൻ ബാധ്യസ്ഥനാണ്. മത്സരിക്കുമെന്നല്ല, മത്സരിക്കാൻ പാർട്ടിയിൽ നിൽക്കുന്ന കാലം വരെ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അത് ഹൈക്കമാൻഡ് പറയുന്നത് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. പിന്നെ ഉമ്മൻചാണ്ടി കേരളത്തിൽ നിയമസഭാ അംഗമാണ്. അവസാനത്തെ ഒരു ആയുധം, അവസാനത്തെ ഒരു പീരങ്കി വെക്കണമെങ്കിൽ മാത്രമേ ഉമ്മൻചാണ്ടിയോട് പറയുന്നതിലും യുക്തിയും ന്യായമുള്ളൂ. മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമോ അതല്ലെങ്കിൽ മാറി നിൽക്കണമോ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോലെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയമില്ല. മുതിർന്ന നേതാക്കൾ മാറി നിന്നാൽ അവരെക്കാൾ ജനപിന്തുണയുള്ള അല്ലെങ്കിൽ അവരെക്കാൾ സ്വീകാര്യതയുള്ള രണ്ടാം നിര നേതാക്കൾ ഞങ്ങളുടെ UDF-നും കോൺഗ്രസിനും ഉണ്ട്. വിജയസാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എന്തു തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അത് അംഗീകരിക്കും. ഇന്നത്തെ യോഗം കഴിഞ്ഞാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടും. ആ കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. എൻ്റെ പിക്ചറിലേ ഇല്ല ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ കഴിയുമെങ്കിൽ മത്സരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. സിറ്റിംഗ് MLA ആണേലും അല്ലെങ്കിലും വിജയസാധ്യത അതിനകത്തെ പ്രശ്നം. PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി രംഗത്ത്. മാണി വിഭാഗത്തിൽ നിന്നുള്ളവർ വരണമെന്നാണ് പ്രവർത്തകരുടെ വികാരമെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം പറഞ്ഞു. പ്രവർത്തകരുടെ വികാരം KM മാണിയെ അറിയിക്കുമെന്നും സണ്ണി തെക്കേടം വ്യക്തമാക്കി. ഇപ്പോൾ പാർട്ടിക്കകത്ത് ഒരുപാട് സമ്മർദ്ദങ്ങൾ, പാർട്ടി ചെയർമാൻ്റെ അടുത്തൊക്കെ ഒരുപാട് സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. സമ്മർദ്ദങ്ങളെന്ന് പറഞ്ഞാൽ അത് പിന്നെ മാണി വിഭാഗത്തിന് നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റാണ്, അതുപോലെ തന്നെ തുടരണം എന്നുള്ള ഒരു സമ്മർദ്ദം നന്നായിട്ടിപ്പം പാർട്ടി ഭാരവാഹികളുടെ ഭാഗത്തു നിന്നെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അതിൽ മണി ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ് ഈ സീറ്റ്, അത് തുടരണം എന്നുള്ള സമ്മർദ്ദമാണ് പാർട്ടി ചെയർമാനിലേക്ക് പാർട്ടി പ്രവർത്തകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിജയ വരരുതെന്നുള്ളതല്ല, നേരത്തെയുള്ള തുടർന്നു പോരുന്ന പോലെ പോകാം. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പാലായിൽ തുടരുകയാണ്. വിവരങ്ങളുമായി പാലായിൽ നിന്ന് G. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആർക്കായിരിക്കും സീറ്റ്? എങ്ങനെയായിരിക്കും ചർച്ചയുടെ അന്തിമ റിപ്പോർട്ടുകൾ? ധന്യ, ജോസഫിന് തന്നെ മുൻഗണന എന്ന് പറയുമ്പോഴും മാണി ഗ്രൂപ്പിലുള്ളവർ വളരെ ശക്തമായ നീക്കങ്ങൾ തന്നെ നടത്തുന്നു. മാണിയുടെ വസതിയിൽ, പാലയിലെ വസതിയിൽ ഔദ്യോഗികമായ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രതിനിധികൾ KM മാണിയുമായി ചർച്ച നടത്തുന്നു. ഇതിൽ വൈക്കം ഒഴികെയുള്ള മുഴുവൻ മണ്ഡലം കമ്മിറ്റികളും PJ ജോസഫിനെ എതിർക്കുകയാണ്. മാണി ഗ്രൂപ്പിലുള്ളവർ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന നിലപാട് അവർ ആവർത്തിക്കുന്നു. കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയും ഇതേ നിലപാട് തന്നെ എടുക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും മാണി ഗ്രൂപ്പിലുള്ളവർ നൽകുന്ന സൂചന പ്രകാരം ജോസഫ് സ്ഥാനാർത്ഥിയാകില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ജോസഫ് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകൾ നിരവധി തെളിയുകയാണ്. ഒന്ന്, UDF നേതൃത്വത്തിൻ്റെ പക്ഷത്തു നിന്നുണ്ടാകുന്ന സമ്മർദ്ദം, അത് ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കി കോട്ടയം നിലനിർത്തണമെന്ന നിലപാടാണ് അവർ ആവർത്തിക്കുന്നത്. VN വാസവനൊപ്പം തന്നെ PC തോമസ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് മറ്റു മുന്നണികൾക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരവമേറിയ മത്സരം കാഴ്ചവെക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകണം. മാത്രമല്ല PJ ജോസഫ് ഇങ്ങനെ ഒരു പരസ്യമായ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അത് പരിഗണിക്കാതിരിക്കാനും KM മാണിക്കാകില്ല. അത് പരിഗണിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയിൽ പൊട്ടിത്തെറി ഉണ്ടാകും. ഈ ഒരു സമയത്ത് അത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടാണ് ഈ ഇരുപക്ഷത്തും. അതായത് ഒരു പിളർപ്പൊന്നും അംഗീകരിക്കാൻ ഇരുപക്ഷത്തിനും സാധ്യമല്ല എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അല്പം മുമ്പ് പോയ റോഷി അഗസ്റ്റിനും ഇക്കാര്യത്തിൽ KM മാണി നിലപാടെടുക്കും എന്നതാണ് വ്യക്തമാക്കുന്നത്. എതിർപ്പുകൾ സ്വാഭാവികമായും ഉണ്ടാകാം, പക്ഷേ KM മാണിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. UDF-ന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സമ്മർദ്ദവുമില്ല. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ആ പാർട്ടിക്കുണ്ടെന്നും അവർ വ്യക്തമാക്കിയാണ്. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. സാധ്യതാ പട്ടികയിൽ ഇടം നേടിയ നേതാക്കളൊക്കെ തന്നെയും വസതിയിലെത്തിയിട്ടുണ്ട്. ധന്യ. ശരി ശ്രീജിത്ത്, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ്. കോട്ടയത്ത് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പതിവ് തെറ്റിക്കാതെ പാണക്കാട് നിന്ന് പ്രചാരണത്തിന് തുടക്കമിട്ട് ലീഗ് സ്ഥാനാർത്ഥികൾ. മലപ്പുറത്തും പൊന്നാനിയിലും ആശങ്കകളൊന്നുമില്ലെന്നും പൊന്നാനിയിൽ 2009 ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം ഉറപ്പാണെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. LDF സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ സജീവമായി. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറാണ് പാണക്കാട് ആദ്യമെത്തിയത്. പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടിയും.
ഇരുവരെയും ഒപ്പമിരുത്തി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥന ചൊല്ലി. തുടർന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഖബറിടത്തിലേക്ക്. പൊന്നാനിയിൽ ആശങ്കകളൊന്നുമില്ലെന്നും 2009 നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഉറപ്പാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ. പ്രചരണത്തിലെ ഓരോ ഘട്ടങ്ങൾ ഇപ്പോൾ ഇനി പ്രചരണത്തിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആളുകളെ കാണുക, അതിൻ്റെ പ്രചരണങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ തിരൂരിൽ ജനസമ്പർക്ക ഒരു ഇതുപോലെ ഉണ്ട്, റോഡ് ഷോ വരെയുണ്ട്, അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് തന്നെ നമ്മളെ കമ്മിറ്റി ഉണ്ട്. സീറ്റ് തർക്കവും മണ്ഡലവും മാറ്റവുമെല്ലാം അടഞ്ഞ അധ്യായങ്ങളാണെന്നും 2 സീറ്റിലും ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വേവ് ഉണ്ടാവും. പ്രചരണമൊക്കെ അതിൻ്റെ രീതിക്ക് നടക്കും. ആവശ്യം തന്നെ ഇല്ല. ജനങ്ങളുടെ മൂഡ് ഈ 2 ഗവൺമെന്റിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഒരു UDF വേവ് പ്രതീക്ഷിക്കാവുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി PV അൻവർ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ എംപിച്ചി ബാബിയുടെയും കൊളാടി ഗോവിന്ദമേനോന്റെയും വീടുകൾ സന്ദർശിച്ചു. വേങ്ങര മണ്ഡലത്തിലാണ് മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ ഇന്നത്തെ പ്രചാരണം. 30 ദിവസം 40 ദിവസം കുറച്ചുകൂടി 10 ദിവസം കൂടി കിട്ടിയാൽ അത്രയും കൂടുതൽ ആളുകളെ കാണാനും അത്രയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താനും കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. ന്യൂസ് 18 മലപ്പുറം. വടകര സീറ്റ് വിഷയത്തിൽ ഇടഞ്ഞു നിന്ന ലോക് താന്ത്രിക് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് മനേത്ത് ചന്ദ്രൻ നിലപാട് മാറ്റി. വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ ഇന്നലെ രാത്രി മനേത്തിന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, എന്താണ് ചർച്ചയ്ക്ക് ശേഷമുള്ള ലോക് താന്ത്രിക് ജനതാദളിന്റെ അല്ലെങ്കിൽ മനേത്ത് ചന്ദ്രന്റെ തീരുമാനം? കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഉയർത്തിയിരുന്നത്. പക്ഷേ ആ നിലപാടിൽ നിന്ന് LJD കോഴിക്കോട് ജില്ലാ ഘടകം പിന്നോട്ടേക്ക് പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്ന ഒരു കാര്യം. ഇന്നലെ രാത്രി വടകര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P ജയരാജനും അതേപോലെ തന്നെ CPM വടകര ഉഞ്ചിയ ഏരിയ സെക്രട്ടറിമാരും മനേത്ത് ചന്ദ്രന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിൽ നൽകിയ ഉറപ്പുകൾ പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നു. ഏതായാലും നിലവിൽ LJD സംസ്ഥാന കമ്മിറ്റി യോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു വിവരം അനുസരിച്ച് വടകരയിലെ നിയമസഭാ സീറ്റും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള ഉറപ്പുകളാണ് CPMന്റെ ഭാഗത്ത് നിന്ന് LJDക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ സീറ്റ് കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വം സീറ്റ് വാങ്ങിച്ചെടുക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഈ വിമർശനങ്ങൾ അച്ചടക്ക ലംഘനമാണെന്ന് LJD സംസ്ഥാന സമിതി വിലയിരുത്തുകയും ഇക്കാര്യത്തിൽ കോഴിക്കോട് ജില്ലാ ഘടകത്തിനെതിരെ നടപടി ഉണ്ടാവും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടികൾക്ക് സാധ്യതയില്ല. ഇനി ഒരു സമവായ നീക്കത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും വടകരയിലെ LJDയുടെ പ്രചാരണത്തിന്റെ ചുമതല മനേത്ത് ചന്ദ്രന് നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാവും. അതായത് മനേത്ത് ചന്ദ്രന് ഒരു സീറ്റ് ലഭിക്കാനാണ് സാധ്യത. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ LJDക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം നൽകും. അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം ഉണ്ടാവും. ഈ തരത്തിലുള്ള ഉറപ്പുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും P ജയരാജൻ ഇന്നലെ വീട്ടിലെത്തി നടത്തിയ ചർച്ച തന്നെയാണ് ഏറ്റവും അനുകൂല ഘടകമായിരിക്കുന്നത്. വടകര മണ്ഡലത്തിൽ ജയരാജന് ജയിക്കണമെങ്കിൽ LJDയുടെ കൃത്യമായ സഹായമില്ലാതെ വടകര സീറ്റിന്റെ കാര്യത്തിൽ മനേത്ത് ചന്ദ്രൻ നിലപാട് മാറ്റിയിരിക്കുന്നു. അശ്വിനാണ് വിവരങ്ങൾ നൽകി. UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി നിർണയം തീരുമാനിക്കാനാകാതെ തുടരുമ്പോൾ കൺവെൻഷനും റോഡ് ഷോയും നടത്തി കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി. എതിരാളികളെ തീരുമാനിക്കും മുൻപ് തന്നെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇടത് സ്ഥാനാർത്ഥികൾ. ഇത്തവണ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ധാരണയുണ്ടാവാത്തത് BJP ക്യാമ്പിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രചരണത്തിൽ ഒരുപടി മുന്നിലാണ് LDF. പ്രവർത്തനത്തിൽ എത്രത്തോളം ഫലവത്തായി ഇടപെടാനാവുന്നു എന്നുള്ളതാണ്. അല്ലാതെ വേറെ അവിടെ ഇവിടെ പോയിട്ട് ഇങ്ങനെ സാന്നിധ്യം അറിയിക്കൽ എന്നുള്ളതല്ല. അല്ലാതെ അത് നമുക്ക് നന്നായി MLA എന്ന നിലയിൽ ചെയ്യാനായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. VS അച്യുതാനന്ദനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കാനം രാജേന്ദ്രനും അടക്കമുള്ള മുൻനിര നേതാക്കളാണ് മിക്കയിടത്തും കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കോൺഗ്രസിന്റെ പതിവ് രീതിയാണെന്നും ഇത് പ്രചാരണത്തെ ബാധിക്കില്ലെന്നുമാണ് UDF കേന്ദ്രങ്ങളുടെ മറുപടി. പ്രഖ്യാപിച്ചാലാണ് ഇപ്പോൾ വളരെയധികം സമയം കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് വരാൻ 3-4 ദിവസം എടുത്തു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല. വന്നു കഴിയുമ്പോൾ അതിൻ്റെതായ എന്തൂസിയാസത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങും.
പ്രചരണ രംഗത്ത് ഇടതുമുന്നണിക്ക് ആദ്യമുണ്ടായ നേട്ടം ഇനി അതെങ്ങനെ നിലനിർത്താനാകുമെന്നതാണ് ചോദ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. എം പി ജയരാജനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പി ജയരാജൻ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് മാറ്റം. ജില്ലാ കമ്മിറ്റിയിലേക്ക് വീണ്ടും എത്തിയ പി ശശിയും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എം പി ജയരാജൻ വീണ്ടും കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക്. വടകര സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച പി ജയരാജനെ മാറ്റിയാണ് എം വി ജയരാജനെ ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറിയുടെ പകരം ചുമതല നൽകുക എന്ന കീഴ്വഴക്കം മറികടന്നാണ് തിരഞ്ഞെടുപ്പ്. പി ജയരാജൻ ഷുക്കൂർ വധക്കേസിൽ റിമാൻഡിലായപ്പോഴും കതിരൂർ മനോജ് വധക്കേസിൽ നിയമ നടപടി നേരിട്ടപ്പോഴും എം വി ജയരാജന് പകരം ചുമതല നൽകുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ പൂർണ്ണമായും മാറ്റി. 2011 മുതലുള്ള 8 വർഷം സെക്രട്ടറിയായി ചുമതല വഹിച്ചാണ് പി ജയരാജൻ സ്ഥാനം ഒഴിയുന്നത്. എം പി ജയരാജനെ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്ത കാര്യം അറിയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായും പുതിയ നിയമനം ഉടൻ ഉണ്ടാകുമെന്നും എം പി ജയരാജൻ പ്രതികരിച്ചു. ജില്ലാ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള ഉത്തരവാദിത്തം. പാർട്ടി ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലയും സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും നിറവേറ്റുക എന്നതാണ് ഞാൻ ഇതുവരെ സ്വീകരിച്ചു വന്നിട്ടുള്ള സമീപനം. നേരത്തെ ലൈംഗിക ആരോപണത്തിൽ പി ശശിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായപ്പോഴാണ് പി ജയരാജൻ ജില്ലാ സെക്രട്ടറിയായത്. ജയരാജനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ യോഗത്തിൽ തന്നെ ശശി ജില്ലാ കമ്മിറ്റിയിലേക്ക് മടങ്ങിയെത്തി. പി ജയരാജന്റെ പ്രചരണ ചുമതലകൾ പി ശശിയെ ഏൽപ്പിക്കും. ശശി വൈകാതെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാകുമെന്നാണ് സൂചന. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം അല്പസമയത്തിനകം കോട്ടയത്ത് ചേരും. ദേശീയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേരുന്ന യോഗം BDJSന് നൽകേണ്ട 5ാം സീറ്റ് കാര്യത്തിൽ ധാരണയിലെത്തും. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എപ്പോഴാണ് ചർച്ച ആരംഭിക്കുന്നത്? ആരൊക്കെയാണ് പ്രധാനമായും ചർച്ചയിൽ പങ്കെടുക്കുന്നത്? BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ആരംഭിക്കുക. കോട്ടയത്തെ സ്വകാര്യ ഹോട്ടലിലാണ് യോഗം ചേരുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ ഒക്കെയും ഈ യോഗത്തിന് എത്തിയിട്ടുണ്ട്. ഇവർ 4 മണിയോടുകൂടിയാണ് ഈ കോർ കമ്മിറ്റി സംസ്ഥാനതല കോർ കമ്മിറ്റി യോഗം ആരംഭിക്കുന്നത്. ഇതിൽ സംസ്ഥാനത്തെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. എന്നിട്ട് 14 സീറ്റുകളിലേക്കാണ് BJP അതിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. തിരുവനന്തപുരത്ത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മുൻ ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരൻ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. അത് കുമ്മനത്തിന്റെ പേരാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യവും നൽകിയിരിക്കുന്നത്. എല്ലാ മറ്റിടങ്ങളിൽ BJPയുടെ സംസ്ഥാന BDJSന്റെ 5ാം സീറ്റിലും ഇന്ന് ധാരണയാവുമോ? അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സീറ്റ് BDJSുമായുള്ള സീറ്റിൻ്റെ ധാരണ കാര്യത്തിൽ ഇന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കുമെന്ന കാര്യത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. പക്ഷേ BDJSന് ഇതുവരെ 4 സീറ്റാണ് നൽകിയിട്ടുള്ളത്. ആലത്തൂർ, ഇടുക്കി, എറണാകുളം, ഒപ്പം ഇങ്ങനെ 4 സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിനൊപ്പം ഒരു സീറ്റ് കൂടി, അതായത് തൃശ്ശൂർ സീറ്റ് കൂടി നൽകും എന്നാണ് ധാരണ. പക്ഷേ തൃശ്ശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ തുഷാർ വെള്ളാപ്പള്ളി എന്തെങ്കിലും ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് കൂടിയായിരിക്കും BJP തൃശ്ശൂർ സീറ്റിലേക്ക് കൂടി ഉള്ള തീരുമാനം എടുക്കുക. എന്തായാലും ഇന്ന് BJPയുടെ കോർ കമ്മിറ്റി യോഗം തീരുമാനമെടുത്ത ശേഷം സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര പാർലമെന്ററി ബോർഡിന് കൈമാറും. ശരി ശ്യാം. BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം കോട്ടയത്ത് ആരംഭിക്കും അല്പസമയത്തിനകം. ശ്യാമാണ് വിവരങ്ങൾ നൽകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സുകൾ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇടക്കാല ഉത്തരവിറക്കി. CM പ്രകാശ് ചേരുന്നു. പ്രകാശ്, കോടതിയുടെ തീരുമാനം എങ്ങനെയാണ്? വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പരിസ്ഥിതി സൗഹാർദ്ദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഉത്തരവ് സംസ്ഥാനത്ത് ബാധകമാണെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. DS ശ്യാംകുമാർ എന്നയാളാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി നൽകിയത്. കഴിഞ്ഞ ജനുവരിയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവുമിറക്കി. പ്ലാസ്റ്റിക് ബാനറുകൾ, ബോർഡുകൾ തുടങ്ങിയ ഉപയോഗിക്കരുതെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ശരി പ്രകാശ്. ശബരിമല വിഷയം പ്രചരണ വിഷയമാക്കുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലുമുള്ള വോട്ടുപിടുത്തം ചട്ടലംഘനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് സജ്ജമെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കി. ശബരിമല പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ
തയ്യാറാകുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നറിയിപ്പ്. ദൈവത്തിന്റെ പേരിൽ ടു ഇൻസൈഡ് ദ ഫീലിംഗ്സ് ഐ തിങ്ക് ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദി മോഡൽ കോഡ് ഓഫ് സുപ്രീം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതേ രീതിയിൽ പറയേണ്ടതാണ്. അതിൽ വേറെ വ്യാഖ്യാനങ്ങൾ ഒന്നും വേണ്ടല്ലോ. നാളെ ചേരുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലും കമ്മീഷൻ ഈ വിഷയം ഉന്നയിക്കും. ക്രിമിനൽ കേസിന്റെ വിശദാംശങ്ങൾ സ്ഥാനാർത്ഥികളും പാർട്ടി സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലം രാഷ്ട്രീയ പാർട്ടികളും പത്രപരസ്യത്തിലൂടെ ജനത്തെ അറിയിക്കണം. പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കാൻ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കമ്മീഷൻ നിർദ്ദേശം നൽകി. സംസ്ഥാനത്താകെ 2,54,08,711 വോട്ടർമാരാണുള്ളത്. പുരുഷ വോട്ടർമാർ 1,22,97,403 പേർ. സ്ത്രീ വോട്ടർമാർ 1,31,11,189 പേർ. 119 ട്രാൻസ്ജെൻഡേഴ്സും പട്ടികയിലുണ്ട്. 2 ലക്ഷം വോട്ടർമാരുടെ അപേക്ഷ കൂടി പരിഗണനയിലാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അതിനുശേഷമാകും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറം, 30,47,923 പേർ. കുറവ് വയനാട്ടിൽ 5,81,245 പേർ. എല്ലായിടത്തും വിവിപാറ്റ് മെഷീനുകൾ ഉപയോഗിച്ചാകും വോട്ടെടുപ്പ്. പ്രശ്നബാധിത ബൂത്തുകൾ 750. ന്യൂസ് 18 തിരുവനന്തപുരം. പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനിൽ ഒരാളായ മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ജമ്മു കാശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടതായാണ് വിവരം. ദക്ഷിണ കശ്മീരിലെ ത്രാലിൽ സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് മുദാസിർ അഹമ്മദ് ഖാൻ കൊല്ലപ്പെട്ടത്. ഭീകരാക്രമണം നടന്ന പുൽവാമ ജില്ലയിലെ ത്രാലിൽ ഭീകരർ ഒളിച്ചിരിപ്പുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് സൈന്യം തിരച്ചിൽ നടത്തുകയായിരുന്നു. സൈന്യത്തിനു നേരെ ഭീകരർ വെടിയുതിർത്തു. പ്രത്യാക്രമണത്തിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. ഭീകര സംഘടനകളിലേക്ക് പ്രദേശവാസികളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ചുമതലക്കാരനായിരുന്നു കൊല്ലപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മുദാസിർ. പുൽവാമയിലെ ചാവേർ ആക്രമണത്തിന് ആവശ്യമായ വാഹനവും സ്ഫോടക വസ്തുക്കളും എത്തിച്ചത് ഇയാളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തെളിവ് ലഭിച്ചിരുന്നു. പുൽവാമയിൽ സ്ഫോടനം നടത്തിയ ചാവേർ ആദിൽ അഹമ്മദ് മുസാദിർ ഖാനുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പുൽവാമ ഭീകരാക്രമണത്തിനു പുറമെ 2018 ഫെബ്രുവരിയിൽ സുർജാവാനിലെ സൈനിക ക്യാമ്പ് ആക്രമിച്ച 6 സൈനികരെ കൊലപ്പെടുത്തിയ സംഭവത്തിലും മുദാസിർ ഖാന് പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മറ്റു 2 പേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് 18 ഡൽഹി. പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്ന് നടൻ മോഹൻലാൽ പത്മഭൂഷൺ ഏറ്റുവാങ്ങി. പത്മ പുരസ്കാരത്തിന് അർഹരായ 112ൽ 56 പേർക്കാണ് ഇന്ന് അവാർഡുകൾ സമ്മാനിച്ചത്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. നടൻ മോഹൻലാൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൽ നിന്നും പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇത്രയും വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ കൊളീഗ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാറിനു വേണ്ടി ഭാര്യ ഭാരതി നയ്യാർ പുരസ്കാരം സ്വീകരിച്ചു. ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഉൾപ്പെടെ 14 പേർക്കാണ് ഇത്തവണ പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംഗീതജ്ഞൻ ശങ്കർ മഹാദേവൻ, നടൻ പ്രഭുദേവ എന്നിവർ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ അജയ് താക്കൂർ, ഗുസ്തി താരം ബജ്രംഗ് പൂനിയ, ടേബിൾ ടെന്നീസ് പ്ലെയർ ശരത് കമൽ, ഗ്രാൻഡ് മാസ്റ്റർ ഹരിക ദ്രോണാവലി, മുൻ വിദേശകാര്യ സെക്രട്ടറി സുബ്രഹ്മണ്യം ജയശങ്കർ എന്നിവരും പുരസ്കാരങ്ങൾ സ്വീകരിച്ചു. ഗായകൻ KG ജയൻ, പുരാവസ്തു ഗവേഷകൻ KK മുഹമ്മദ്, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ, കൊൽക്കത്ത ടാറ്റ മെഡിക്കൽ സെന്റർ ഡയറക്ടർ ഡോക്ടർ മാമൻ ചാണ്ടി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. 56 പേർക്ക് പിന്നീട് പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് 18 ഡൽഹി. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കന്യാസ്ത്രീ സമരത്തെ പിന്തുണച്ചതിന് അച്ചടക്ക നടപടി നേരിടുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വിശദീകരണം നൽകാനായി മദർ ജനറലിന് മുൻപാകെ ഹാജരായി. അച്ചടക്ക നടപടിയിൽ കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും കൌൺസിൽ ഒരുകൂടി തീരുമാനം അറിയിക്കാമെന്ന് മദർ ജനറൽ അറിയിച്ചതായും ലൂസി കളപ്പുരയ്ക്കൽ പറഞ്ഞു. കിവി ഐസ്ക്രീമിന്റെ പുതിയ ഫാക്ടറി കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പ്രതിദിനം 20,000 ലിറ്റർ ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഫാക്ടറിയാണ് കഞ്ചിക്കോട് ആരംഭിച്ചത്. കിവി മാനേജിംഗ് ഡയറക്ടർ സമീം അൻസാരി, ഇരിക്കുളങ്ങര ഡയറക്ടർ അസ്കർ അലി തുടങ്ങിയവർ പങ്കെടുത്തു.